ഇല്ല, എനിക്ക് കഥ വായിക്കുമ്പോൾ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരു കാസ്റ്റിങ്ങിലേക്ക് പോവുക. അതൊന്ന് ശ്യാംപ്രസാദും ഒന്ന് മഞ്ജുവായിരുന്നു. കഥ പറയാനോ ഇത് VR സുധീഷ് എഴുതിയൊരു കഥയുടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം. ഞാനതിങ്ങനെ ആലോചന നടന്നുകൊണ്ടിരിക്കെ തന്നെ മമ്മൂക്കയായിട്ടുള്ള യാദൃശ്യമായൊരു സംഭാഷണത്തിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് പറഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ അറിയാലോ, മഞ്ജു, ശ്യാമപ്രസാദ്, ഇവിടെ നിന്ന് വരാൻ കഴിയാത്ത അസീസിന് മാത്രമാണ്. അസീസിന് ഇങ്ങനെ 3 ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു 20 minutes ഡ്യൂറേഷനുള്ള ഒരു സിനിമ. ആരോ എന്നാണ് ടൈറ്റിൽ. അങ്ങനെ പൂർത്തിയായി. ഒരു 2.5 ദിവസത്തിൻ്റെ ഷൂട്ട് അത് കഴിഞ്ഞ് ഇനി അത് മമ്മൂക്കായുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യും. ഒരു തിയേറ്റർ റിലീസ് ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അല്ല, ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ഫിലിമാണ്. ഇങ്ങനൊരു ഷോർട്ട് ഫിലിമിലേക്ക് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ മഞ്ജു ആണെങ്കിലും ആദ്യമായിട്ടാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്? ഇല്ല, എനിക്ക് കഥ വായിക്കുമ്പോൾ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരു കാസ്റ്റിങ്ങിലേക്ക് പോവുക. അതൊന്ന് ശ്യാംപ്രസാദും ഒന്ന് മഞ്ജുവായിരുന്നു. രണ്ടുപേരോടും ചോദിച്ചു, ഇതാണ്. രണ്ടുപേരും സമ്മതം മൂളി, അങ്ങനെ സാധ്യമായി. റിലീസ് ഡേറ്റ് അത് മമ്മൂട്ടി കമ്പനിയുടെ അവരൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ ഉടനെ തന്നെ ചെയ്യുന്നത്. കണ്ടിട്ടെന്ത് പറഞ്ഞു? പുള്ളി ഇതിനു മുമ്പ് കണ്ടതാ, ഇന്ന് ഒന്ന് ഇവിടെ വന്നേ ഉള്ളൂ. ഇത് യൂട്യൂബിലാണോ? എങ്ങനെയാണ്? യൂട്യൂബിലായിരിക്കും. ഇപ്പോൾ രാവണപ്രഭു ഇറങ്ങിയിട്ട് വലിയ വിജയമായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു അതിൻ്റെ ഒരു സന്തോഷം? അല്ല, അതൊരു എന്താ പറയുക, അത് ഇറങ്ങുന്ന കാലത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികളൊക്കെ തന്നെയാണ് സിനിമാ തിയേറ്ററിൽ വന്ന് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തത്. അവരത് എൻജോയ് ചെയ്തു, അത്രയും. അപ്പോൾ എല്ലാവർക്കും നന്ദി.